ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ മനസ്സിൻ്റെ താക്കോൽ ഉടമസ്ഥൻ നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ മനസ്സിനെ നമുക്ക് സന്തോഷമുള്ള മനസ്സാക്കാം, ദുഃഖമുള്ള മനസ്സുമാക്കാം. അത് സന്തോഷമുള്ള മനസ്സുണ്ടാക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി. പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത്, വിഷമങ്ങളൊക്കെ ഓർത്ത് ദുഃഖിച്ച് മനസ്സും മോഹവും ഒക്കെ ദുഃഖത്തോടെ നടക്കാതെ എപ്പോഴും സന്തോഷവതികളായിട്ടും സന്തോഷവാന്മാരുമായിട്ടും നടക്കുക. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിക്കുമായിരിക്കാം. നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഒതുക്കി ദുഃഖിക്കേണ്ട സമയം നമ്മൾ എപ്പോഴായാലും നമുക്ക് അവസരം കിട്ടുമ്പോൾ ആ ദുഃഖം നമ്മൾ ദുഃഖിച്ചേ പറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് അല്ലാത്ത സമയം നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് തിങ്കിങ് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏത് സമയവും നമുക്ക് ഇങ്ങനെ വിഷമങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ 5 മിനിറ്റ് അയ്യോ പാവം തന്നെ, ഇതെല്ലാം നമുക്ക് കേൾക്കാം അവരുടെ വിഷമതാവെന്ന് വിചാരിക്കുക. അതിനേക്കാളും നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ നല്ല മിടുക്കന്മാരും മിടുക്കികളായിട്ട് നടക്കുക. അവരെന്ത് പറയും ഇവരെന്ത് പറയും ശ്രദ്ധിക്കുകയും ചെയ്ത് അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മളത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷിപ്പുകാരാണ്. നമുക്ക് അതിലെ സന്തോഷം ആ മനസ്സിന് കൊടുക്കുക. എപ്പോഴും ഒരു പുഞ്ചിരിയായിട്ട് നടക്കുക. മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് നല്ല സന്തോഷമായിട്ട് നടക്കുകയാണ് അത് പറഞ്ഞോട്ടെ. എന്തോ ദുഃഖമുള്ളവർക്ക് സന്തോഷിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്. സന്തോഷിക്കണോ, നല്ല വേഷത്തിൽ നടക്കണോ, നല്ല ആഭരണങ്ങൾ അണിഞ്ഞ് നടക്കണോ, എന്താണോ എന്തിഷ്ടമോ നമുക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഞാൻ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.